അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസമാണ് ഇറാൻ യുദ്ധത്തിൽ ഞങ്ങൾ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതായി പറഞ്ഞ് രംഗത്തെത്തിയത്. യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഇറാനുമായി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം അമേരിക്ക നടത്തിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. US-നകത്ത് നിന്ന് തന്നെ ഡൊണാൾഡ് ട്രംപിന് വലിയ രീതിയിലുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഇത്തരത്തിലൊരു ടേൺ എടുത്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. പിന്നെ എന്തിനായിരുന്നു ഈ യുദ്ധം എന്നുള്ള ചോദ്യം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷവും ഈ യുദ്ധം നിൽക്കാനുള്ള യാതൊരുവിധ സാധ്യതകളും കാണുന്നില്ല എന്നുള്ളതാണ്. ഇസ്രായേൽ ഇറാനെ ശക്തമായി തന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ലഭിക്കുന്നത്. യുദ്ധത്തിനിടയിൽ മിഡിൽ ഈസ്റ്റിൽ സംഘർഷത്തിന്റെ സാഹചര്യം ഇപ്പോഴും ദൃശ്യമാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും ഇപ്പോൾ അമേരിക്ക 5 ദിവസത്തേക്ക് ഇറാനെ ആക്രമിക്കില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. എന്നിരുന്നാലും പ്രഖ്യാപനത്തിന് ശേഷവും ഇറാനിൽ ആക്രമണങ്ങൾ തകൃതിയായി തന്നെ നടക്കുകയാണ്. അജ്ഞാത ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി നല്ല ചർച്ചകൾ നടത്തിയെന്നും ഇറാൻ ഒരു കരാറിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. മറുവശത്ത് എണ്ണവാതക വിപണിയിൽ നേട്ടമുണ്ടാക്കാൻ ട്രംപ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയും തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുവെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഇറാനും US-ഉം തമ്മിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് ഇറാൻ പ്രധാനമായും പറയുന്നത്. മാർച്ച് 24 പുലർച്ചെ ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തി. ജെറുസലേമിന് മുകളിൽ ഒരു വലിയ സ്ഫോടന ശബ്ദം കേട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപുമായി സംസാരിച്ചതായി പറഞ്ഞു. നേടിയ സൈനിക വിജയം ഇസ്രായേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു കരാറായി മാറ്റാൻ കഴിയും എന്ന് ട്രംപ് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അതിനുശേഷം പുറത്തു വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ്. ഇറാനിയൻ വൈദ്യുത നിലയങ്ങൾക്ക് നേരെയുള്ള ആസൂത്രിത ആക്രമണത്തിന് 5 ദിവസത്തെ താൽക്കാലിക വിരാമം ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇറാൻ ഇത് നിഷേധിക്കുകയും എണ്ണവാതക വിപണിയെ കൈകാര്യം ചെയ്യാൻ ട്രംപ് യുദ്ധം ഒഴിവാക്കുകയാണ് എന്ന് അവകാശപ്പെടുകയുമാണ് ചെയ്തിരിക്കുന്നത്. തിങ്കളാഴ്ചത്തെ ഒരു പൊളിറ്റിക്കോ റിപ്പോർട്ട് അനുസരിച്ച് ട്രംപ് ഭരണകൂടം ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിനെ ഒരു സാധ്യതയുള്ള പങ്കാളിയായും ഭാവി നേതാവുമായാണ് കാണുന്നത്. വടക്ക് കിഴക്കൻ മേഖലയിലെ തങ്ങളുടെ സൈനിക താവളം ഇറാഖിൽ നിന്നുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിച്ചതായും സിറിയൻ സൈന്യം അറിയിച്ചിട്ടുണ്ട്. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേലി ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് അടുത്ത അപ്ഡേറ്റ്. ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിനായിട്ടാണ് ഈ ആക്രമണം ഉണ്ടായത്. ഇസ്രായേലിന്റെ ഡേവിഡ് സ്ലിംഗ് വ്യോമ പ്രതിരോധ സംവിധാനത്തിലെ തകരാറ് മൂലം 2 ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകൾ രാജ്യത്തിന്റെ തെക്കൻ ഭാഗത്ത് വീണ് ഇസ്രായേലിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ബാസിറ്റ് അർദ്ധ സൈനിക വിഭാഗങ്ങളെ നയിച്ചിരുന്ന ടെഹ്റാനിലെ ഒരു റവല്യൂഷണറി ഗാർഡ്സ് ബേസിൽ ഇസ്രായേൽ സൈനിക ആക്രമണം നടത്തി. നേരത്തെ ബാസിറ്റിന്റെ ഇന്റലിജൻസ് മേധാവിയും കമാൻഡറുമായിട്ടുള്ള സുലൈമാനിയും കൊല്ലപ്പെട്ടിരുന്നു. ഇറാനിയൻ മിസൈലുകളെ പ്രതിരോധിക്കാൻ ബ്രിട്ടൻ മിഡിൽ ഈസ്റ്റിൽ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം വിന്യസിക്കുന്നുണ്ടെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ൻ സ്റ്റാർമറും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ വെടിനിർത്തൽ ഉണ്ടായെങ്കിലും ഇപ്പോഴും അത് സാധ്യമായി മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്ന. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.